സ്നേഹാദരങ്ങൾ നിറഞ്ഞ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ കൂടിയായ ഖാലിദ് ഹാജി സാഹിബ്, നമ്മുടെ സ്ഥാപനത്തിലെ വളരെ പ്രധാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 2 ഡിപ്പാർട്ട്മെന്റുകളുടെയും HOD-മാർ, ബഹുനരായ സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇന്ന് നടക്കുന്ന ഈ അക്കാഡമിക് കോൺഫറൻസ് 2-3 സെഷനുകളിലായി വിവിധ വിഷയങ്ങളിൽ പേപ്പറുകൾ അവതരിപ്പിക്കാനെത്തിയ പ്രിയപ്പെട്ട അതിഥികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രധാനമായ അക്കാഡമിക് കോൺഫറൻസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തഅലീഖാത്തുകളെ കുറിച്ചാണ്. ഹിജറ 7-ാം നൂറ്റാണ്ടിൽ വളരെ സജീവമായി ഉരുത്തിരിഞ്ഞുണ്ടാകുകയും നിലവിൽ അക്കാദമിക രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ തഅലീഖാത്തുകൾ. പണ്ടുകാലം മുതൽ തന്നെ രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങൾക്ക് ഷറഹുകളും ഹാഷിയകളും ഹവാമിഷുകളും, ആ ഓരോ ഷറഹുകൾക്കും ഗ്രന്ഥങ്ങൾക്കും ഹവാമിഷുകൾക്കും ഒക്കെ തഅലീഖാത്തുകളും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം പണ്ഡിത ലോകത്ത് ഉണ്ട്. എന്നാൽ ഈ തഅലീഖാത്തുകളെ കുറിച്ച് മാത്രമുള്ള പഠനങ്ങളും രചനകളും വളരെ വൈപുല്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പാരമ്പര്യമായി നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിവിധ വിഷയങ്ങളിൽ അവഗാഹം നേടിയ പണ്ഡിതന്മാർ രചനകൾ നടത്തുകയും ആ പണ്ഡിതന്മാരുടെ രചനകളിൽ തിരുത്തുകൾ അല്ലെങ്കിൽ ഇസ്തിദ്റാക്കാത്തുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വിവിധ രൂപത്തിലായി തഅലീഖാത്തുകളിലായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, വിവിധ കിതാബുകളിൽ തഅലീഖാത്തുകളായി രേഖപ്പെടുത്തിയത് മുഴുവനായി സ്വതന്ത്ര രചനയായി ലോകത്ത് സമർപ്പിച്ച ചില ആളുകളെ കുറിച്ചും അവരുടെ രചനകളെ പരിചയപ്പെടുത്തുവാനുമാണ്. കൂടുതലായി ആ മേഖലയിൽ ഒരുപാട് രചനകളൊന്നും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഖീമത്തുസ്സമൻ ഇൻദൽ ഉലമാ എന്ന് പറയുന്ന ആധുനിക ലോകത്ത് ജീവിച്ച അബ്ദുൽ ഫത്താഹ് അബൂ ഗുദ്ദ എന്നവർ രചിച്ച ആ ഗ്രന്ഥം ഖീമത്തുസ്സമൻ ഇൻദൽ ഉലമാ, ആ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്ത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ സജീവമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഹെഡിങ് കൊടുക്കുന്നത് അബിയാത്തുൻ നഫീസ മിൻ ളുഹൂരിൽ കുതുബ് എന്നാണ്. അഥവാ അദ്ദേഹം മുതാല ചെയ്ത പല കിതാബുകളിലും അദ്ദേഹം കണ്ടെത്തിയ അമൂല്യമായ പല ഹിക്മത്തുകളും അറിവുകളും സന്നിവേശിപ്പിക്കപ്പെട്ട കവിതകളാണ് അദ്ദേഹം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഈ കവിതകൾ കൊണ്ടുവരുന്നതിന്റെ ആമുഖമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ജറത് ആദത്തു ബഅദിൽ ഉലമാഇ സാബിഖീൻ അൻ യുസജ്ജിലു അലാ ളുഹൂരിൽ കുതുബ് മാ യുഹിമ്മുഹും മഅരിഫത്തുഹു ഔ ഹിഫ്ളുഹു മിൻ ഫായിദത്തിൻ ഇൽമിയ്യത്തിൻ നാദിറ ഔ കലിമത്തിൻ നാസിഹത്തിൻ നാഫിഅ ഔ ജുംലത്തിൻ മഅസൂറത്തിൻ ഗാലിയ ഔ ഹഖീഖത്തിൻ നഫീസ ഔ ഗലത്തിൻ മിൻ ആലിമിൻ കബീരിൻ ഔ തസ്ഹീഹിൻ ലിഖത്ഇൻ ഖതീ എന്ന് പറഞ്ഞാൽ, തഅലീഖാത്തുകൾ കൊടുക്കുക എന്നത് പണ്ടുകാലം മുതലേ പണ്ഡിതന്മാരുടെ ഒരു വലിയ ഒരു ആദത്താണ്, അവരുടെ ഒരു പതിവാണ്. ആ തഅലീഖാത്തുകളായി കൊടുക്കുന്നത് ചിലപ്പോൾ ആ ഗ്രന്ഥത്തിലുള്ള എന്തെങ്കിലും ഒരു പിഴവിന് തിരുത്തു കൊടുക്കലായിരിക്കും, അല്ലെങ്കിൽ ഒന്നുകൂടി തൗദീഹ് ചെയ്യാനുള്ള അഡീഷൻസുകളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അപൂർവമായ ചില ഹിക്മത്തുകളായിരിക്കും, അല്ലെങ്കിൽ അത്യപൂർവമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതകളായിരിക്കും. അങ്ങനെ പല രൂപത്തിലും ഓരോരുത്തരും ഓതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിരവധി തഅലീഖാത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പതിവ് പണ്ടുകാലം മുതലേ പണ്ഡിതന്മാർക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളും ഈ വിഷയത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ വിവിധ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ തഅലീഖാത്തുകളെ മുഴുവൻ ഒറ്റ കിതാബായി നമ്മൾ സമാഹരിക്കുകയാണെങ്കിൽ അത് മുസ്ലിം ലോകത്തിനും വൈജ്ഞാനിക ലോകത്തിനും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സംഭാവനയായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട അൽ വസീർ ജമാലുദ്ദീൻ അൽ ഖിഫ്തി എന്ന് പറയുന്ന അലി ഇബ്നു യൂസുഫ് അൽ ഹലബി എന്ന ഒരു പണ്ഡിതനെ കുറിച്ച്, അദ്ദേഹം ഭരണാധികാരിയാണ്, അതോടൊപ്പം അദ്ദേഹം വൈജ്ഞാനിക ലോകത്തിന് വിവിധ സംഭാവനകൾ നടത്തിയ
പണ്ഡിതൻ കൂടിയാണ് ജമാലുദ്ദീൻ ഖിഫ്തി. 568 ഹിജറ 568 അദ്ദേഹം ജനിക്കുന്നത്. ഹിജറ 646 അദ്ദേഹം വഫാത്തായി. ചരിത്രകാരനാണ്, ബിഷഗ്ഗരനാണ്. അതോടുകൂടി അദ്ദേഹം പണ്ഡിതൻ, വിവിധ വിഷയങ്ങളിൽ പാണ്ഡിത്യം നേടിയ പണ്ഡിതനാണ്. തവല്ല മൻസിബൽ ഖളാഇ ഫി അയ്യാമി അൽ മലിക്കുല്ലാഹിർ, മലിക്കുല്ലാഹിർ എന്ന രാജാവിന്റെ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഖാളിയായി ഔദ്യോഗിക പദവി വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. നിരവധി ഗ്രന്ഥങ്ങൾ എഴുതുകയും ഗ്രന്ഥങ്ങൾ സമാഹരിക്കുക എന്ന ഒരു ജീവിത പതിവ് കൊണ്ടു നടക്കുകയും ചെയ്ത വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. തുസാവി മക്തബത്തുഹു 50,000 ദീനാർ, 50,000 ദീനാറിന് തുല്യമായ അഥവാ അത്രയും പണം കൊടുത്താൽ മാത്രം കിട്ടുന്ന ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ ഹോം ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു എന്ന് കാണാം. മാത്രമല്ല, അദ്ദേഹത്തിന് സ്വന്തമായി താമസിക്കാൻ വീടുണ്ടായിരുന്നില്ല. വിവാഹം കഴിക്കാതെ ജീവിച്ച, അസൂബായി ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം. ഇന്നഹു നകഹൽ ഇൽമ വൽ ഹിക്മ എന്ന് പറയുന്നത് പോലെ വിജ്ഞാനത്തെ വിവാഹം കഴിച്ച് ജീവിച്ച മഹാമനുഷ്യനാണ് അദ്ദേഹം. ഈ തഅലീഖാത്തുകളെ സമാഹരിച്ചുകൊണ്ട് ഗ്രന്ഥം രൂപീകരിക്കുന്ന അല്ലെങ്കിൽ ഗ്രന്ഥരചന നടത്തുക എന്ന വിഷയത്തിൽ വളരെ വലിയ സംഭാവന നടത്തിയിട്ടുണ്ട് എന്ന് അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അങ്ങനെ അദ്ദേഹം രചിച്ച ഒരു ഗ്രന്ഥമുണ്ട്, നുഹ്സത്തുൽ ഖാത്തിർ വ നുസ്ഹത്തുൻ നാദിർ ഫി അഹ്സനി മാ നുഖില മിൻ അലാ ളുഹൂരിൽ കുതുബി വദ്ദഫാത്തിർ. പേര് നുഹ്സത്തുൽ ഖാത്തിർ എന്നാണ്. നുഹ്സ എന്ന് പറഞ്ഞാൽ അൽ ഫുർസ എന്നാണ്, നുസ്ഹ എന്നല്ല, നുഹ്സ എന്നാണ്. നുസ്ഹ എന്ന് വേറെ കിതാബുണ്ട്, നുസ്ഹത്തുൽ ഖാത്തിർ വ ബഹ്ജത്തുൽ മഹാഫിൽ വേറെ കിതാബുണ്ട്. ഈ കിതാബ്, ഈ ജമാലുദ്ദീനുൽ ഖിഫ്തിയുടെ ഗ്രന്ഥം നുഹ്സത്തുൽ ഖാത്തിർ വ നുസ്ഹത്തുൻ നാദിർ ഫി അഹ്സനി മാ നുഖില മിൻ അലാ ളുഹൂരിൽ കുതുബി വദ്ദഫാത്തിർ. കിതാബുകളുടെയും രേഖകളുടെയും ഒക്കെ ചട്ടകളിലും പേജുകളിലും അതിന്റെ ബയാനുകളിലുമൊക്കെ എഴുതപ്പെട്ടിരുന്നവയിൽ നിന്ന് നഖല് ചെയ്ത് ഏതൊരു മനുഷ്യന്റെയും വൈജ്ഞാനിക ലോകത്തെ വൈപുല്യപ്പെടുത്തുന്ന അമൂല്യമായ സമാഹാരങ്ങൾ ഉൾക്കൊള്ളുന്ന എന്നർത്ഥം വരുന്ന ഒരു നാമം തന്നെയാണ് ഈ ഗ്രന്ഥത്തിനും അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇദ്ദേഹം ഇങ്ങനെ ഒരു രചന നടത്തി. ഒരുപാട് പരിശോധിച്ച് നമ്മുടെ പരിശോധനയുടെ പരിമിതിയിൽ ഈ ഒരു ഗ്രന്ഥം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അന്വേഷണത്തിലാണ്. ഇൻഷാ അല്ലാഹ് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇതേ രൂപത്തിൽ മുന്നോട്ട് പോയ മറ്റൊരു പണ്ഡിതനാണ് അൽ അദീബുൽ അരീബ് ജമീൽ ബിൻ മുസ്തഫ അൽ അളും അദ്ദിമഷ്കി, അഥവാ ഹിജറ 1352 വഫാത്തായ, 1932കളോട് സമാനമായ വർഷം 1352 വഫാത്തായ ജമീൽ ബിൻ മുസ്തഫ അൽ അളും അദ്ദിമഷ്കി, ദിമസ്കുകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്, അസ്സുബാബാത്ത് ഫീമാ വജത്തുഹു അലാ ളുഹൂരിൽ കുതുബി മിനൽ കിതാബാത്ത്. അതാണ് ആ ഗ്രന്ഥമാണ്, അസ്സുബാബാത്ത് ഫീമാ വജത്തുഹു അലാ ളുഹൂരിൽ കുതുബി മിനൽ കിതാബാത്ത്. ഗ്രന്ഥങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ, അതിന്റെ ചട്ടകളിലാകാം, അതിന്റെ സൈഡുകളിലാവാം, പിന്നെ ഓരോ കിതാബുകളുടെയും തഅലീഖാത്തുകളായി കണ്ടെത്തി അദ്ദേഹം എഴുതിയ സമാഹരിച്ച ഒരു ഗ്രന്ഥമാണ് ഈ സുബാബാത്ത്. 140ഓളം പേജ് വരുന്ന ഈ ഒരു കിതാബ് നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അത്യപൂർവമായ ഒരുപാട് ഇൽമുകൾ, ഹിക്മത്തുകൾ നമുക്ക് സമാഹരിക്കുവാനും കണ്ടെത്തുവാനും സാധ്യമാകും. ഇതിന്റെ ആമുഖത്തിൽ ഈ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ചില വരികൾ അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിന് തഖ്രീർ എഴുതിയ ചില ആളുകളെ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. കിതാബുൻ ഹവദ്ദുർറ വൽ ജവാഹിറ വതാബ ലിമൻ യജ്തനി സമറ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അമൂല്യമായ മുത്തുരത്നങ്ങളാണ് ഈ കിതാബിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരാൾ പഴം പറിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അസ്സുബാബാത്ത് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഒന്ന് മുതാല ചെയ്താൽ മതിയെന്ന് അതിന്റെ തഖ്രീർ രേഖപ്പെടുത്തിയ ആളുകൾ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിന്റെ ഓരോ ഭാഗം, ഇതിന്റെ മുസന്നിഫിനെ കുറിച്ച് നമുക്ക് വിശദമായി ഈ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പഠിക്കാൻ കഴിയും. ജമീൽ ബഖ് അൽ ആളും, നമ്മൾ ഖുദരി ബക്കിനെ കേട്ടിട്ടുണ്ടാകും അല്ലെ, ബഅല ബക്കിനെ കേട്ടിട്ടുണ്ടാകും. എന്നതുപോലെ ജമീൽ ബഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ദിമഷ്കിലാണ് 1873 അദ്ദേഹം ജനിച്ചു. 1932 അദ്ദേഹം വിട പറഞ്ഞു.
അദ്ദേഹം വിവിധ തസ്തികകൾ ജീവിതത്തിൽ ഏറ്റെടുത്ത വ്യക്തിയാണ്. നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അൽ ആദാബുൽ ഇസ്ലാമിയ, ഖാമൂസു തറാജിം, അൽ ഇസ്ഫാർ, അനിൽ ഉലൂമി വൽ അസ്ഫാർ എന്ന് പറഞ്ഞ് ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ അതിപ്രധാനമായ ഒരു ഗ്രന്ഥമാണ് അസ്സുബാബാത്ത് ഫീമാ വജത്തുഹു അലാ ളുഹുരിൽ കുതുബി മിനൽ കിതാബാത്ത്. ഈ കിതാബിൽ വിവിധ ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ കിതാബിൽ രേഖപ്പെടുത്തിയ ഇൽമുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് അമൂല്യമായ കവിതകൾ നമുക്ക് കാണാൻ കഴിയും. ഫിഖ്ഹിയായ മസ്അലകൾ കവിതാ രൂപത്തിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടത് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ചില ലഗ്സുകൾ അദ്ദേഹം രേഖപ്പെടുത്തി വിവിധ കിതാബുകളുടെ തഅലീഖാത്തുകളിൽ നിന്ന് സമാഹരിച്ച് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നമ്മളൊക്കെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കവിതകളിലൂടെ മറ്റുമൊക്കെയായി പല ആളുകളും തഅലീഫ് ചെയ്തത് അല്ലെങ്കിൽ ഖർള് ചെയ്ത അശ്ആറുകളൊക്കെ ഇദ്ദേഹം വിവിധ കിതാബുകളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കിതാബിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹം കൈവശപ്പെടുത്തിയ കിതാബുകളിൽ നിന്നാണ് പരമാവധി അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വജത്തു അലാ ലഹരി നുസ്ഖത്തിൻ മലക്തുഹ, ഇങ്ങനെയാണ് അദ്ദേഹം ഓരോ തഅലീഖാത്തുകളും സമാഹരിക്കുന്നതിന്റെ ഒരു സബ് ടൈറ്റിലായി കൊടുക്കുന്നത്. ഞാൻ ഉടമപ്പെടുത്തിയ ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയത്. ഏതാണ് ആ ഗ്രന്ഥം? ഉദാഹരണം തൗഫീഖുൽ ഗായ ഫി ശർഹിൽ വിഖായ, ഹനഫി മദ്ഹബിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അദ്ദേഹം ആ കിതാബിൽ അദ്ദേഹം ഓതിയ അല്ലെങ്കിൽ അദ്ദേഹം വായിച്ച മുത്താല ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം വാങ്ങിയ ഈ ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭാഗം. ആ ഭാഗം എന്താണ്? സൈനുദ്ദീൻ ജുനൈദ് എന്ന് പറയുന്ന ആളുടെ ചില അബിയാത്തുകൾ ഈ ഗ്രന്ഥത്തിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അബിയാത്തുകൾ ഇന്ന കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ തഅലീഖാത്തുകളും അദ്ദേഹം ഈ കിതാബിൽ രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെ അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു കാര്യം, സദറുദ്ദീൻ ഇബ്നുൽ ഖാബൂരി, അലാഉദ്ദീൻ ഇബ്നു തുർക്കുമാനി എന്നീ രണ്ട് പണ്ഡിതന്മാർ തഖിയുദ്ദീൻ ഇബ്നു സുബിക്കിയുടെ സന്നിധാനത്തിൽ വെച്ചുകൊണ്ട് അവർക്കിടയിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. ആ തർക്കം എന്താണ്? ശാഫിഈ മദ്ഹബ് പ്രകാരം വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായങ്ങളിലും ബിസ്മി അത് ആയത്താണ് എന്നാണ്. എന്നാൽ വമിൻ ശുറൂത്തി സുബൂത്തിൽ ഖുർആനി അത്തവാത്തുർ. എന്നിട്ട് ഇബ്നു തുർക്കുമാനി പറയാണ് ശാഫി മദ്ഹബുകാരുടെ ഈ വാദം എത്ര കണ്ട് അത്ഭുതകരമായ ഒരു വാദമാണ്. അപ്പൊ ഇബ്നുൽ ഖാബൂരി ചോദിച്ചു, സ്വഹാബത്ത് മുഴുവനും ഖുർആനിന്റെ ചട്ടകൾക്കുള്ളിൽ അഥവാ മാബൈന ദഫത്തൈൻ ഖുർആനിൽ പെടാത്ത ഒരു വാചകം പോലും ചേർത്തു വെക്കില്ല എന്ന് സ്വഹാബത്ത് ഇജ്മാ ചെയ്ത് പറഞ്ഞ അഭിപ്രായമാണല്ലോ. അപ്പോൾ ഷാഫി മദ്ഹബുകാർ പറഞ്ഞത് ശരിയാണല്ലോ. എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ ആയത്ത് പോലെ തന്നെ ബിസ്മി നമുക്ക് കാണാൻ സാധിക്കുന്നുവല്ലോ. അപ്പോൾ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം ശരിയാണ് എന്ന് തന്നെയല്ലേ? അപ്പോൾ ഇബ്നു തുർക്കുമാനി പറയുന്നുണ്ട്, അത് ആ ബിസ്മി ഓരോ സൂറത്തുകളുടെയും ഇടയിലുള്ള ഫാസിലത്തായി കൊണ്ടുവന്നതാണ്, അത് ലൈസത്ത് ബി ആയത്തല്ല എന്ന്. അപ്പൊ ഇബ്നുൽ ഖാബൂരി അതിനെ റദ്ദ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഓരോ സൂറത്തുകൾക്കിടയിലുള്ള ഫാസിലത്താണ് ഈ ബിസ്മി എങ്കിൽ ഫാത്തിഹയുടെ മുമ്പ് മറ്റൊരു സൂറത്തില്ലല്ലോ, എന്നാൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ ബിസ്മി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി പറയാണ്, രണ്ട് സൂറത്തുകൾക്കിടയിലുള്ള ഫാസിലത്തായിട്ടാണ് ബിസ്മി കൊണ്ടുവരുന്നതെങ്കിൽ സൂറത്തു തൗബയുടെ ആരംഭത്തിൽ ഈ ബിസ്മി കൊടുക്കുന്നില്ല. അതിന്റെ തൊട്ടു മുമ്പ് സൂറത്തുൽ അംഫാൽ ഉണ്ട്. ആ അംഫാലിന്റെയും തൗബയുടെയും ഇടയിൽ ഒരു ബിസ്മി ഫാസിലത്തായി കൊണ്ടുവരുന്നില്ല. അപ്പോൾ ബിസ്മി കൊണ്ടുവന്നത് ഫാസിലത്തായിട്ട് കൊണ്ടുവന്നതാണ് എന്ന നിങ്ങളുടെ വാദം ശരിയല്ല എന്ന്. അപ്പോൾ ഇബ്നു തുർക്കുമാനി പറയാണ്, അത് തബറുക്കിന് വേണ്ടി വെക്കപ്പെട്ടതാണ്. ബിസ്മി തബറുക്കിന് വേണ്ടി വെക്കപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇബ്നുൽ ഖാബൂരി അതിനെ റദ്ദ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, അത് തബറുക്കിനാണെങ്കിൽ സൂറത്തു തൗബയുടെ ആരംഭത്തിലും തബറുക്കിന് വേണ്ടി ബിസ്മി വെക്കണമായിരുന്നുവല്ലോ. അപ്പോൾ ഇബ്നു തുർക്കുമാനി പറയാണ്, അത് ചെറിയ ഒരു സൂറത്താണ്, അതുകൊണ്ട് ആ അംഫാലിന് ശേഷമുള്ള സൂറത്ത് ചെറിയ സൂറത്തായതുകൊണ്ട് അവിടെ ഒരു ബിസ്മിയുടെ ആവശ്യം ഇല്ല എന്ന്. അപ്പോൾ നിങ്ങളുടെ ഈ വാദം തെറ്റാണ്. കാരണം സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് പ്രകാരം മുത്തുനബി തന്നെ പറഞ്ഞത്, ഉൻസിലത്ത് അലയ്യ ആനിഫൻ സൂറ ഫബസ്മല ഫഖറ ഇന്നാ അഅതൈനാകൽ കൗസർ ഫലൗ കാന കമാ ഖുൽത ലഖാല ഉൻസിലത്ത് അലയ്യ സൂറത്താൻ. എനിക്ക് ഇപ്പോൾ ഒരു ചെറിയ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു, എന്നിട്ട് ബിസ്മി ഓതിയിട്ട് ഇന്നാ അഅതൈനാകൽ കൗസറാണ് ഓതിയത്. നബി തങ്ങൾ രണ്ട് സൂറത്ത് ചെറിയ സൂറത്ത് എന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല. നിങ്ങളുടെ വാദം തെറ്റാൻ. ഇനി അവസാനത്തേക്ക് എത്തുമ്പോൾ ഇബ്നു തുർക്കുമാനി പറയാണ്, ഇന്ന അജ്മഅന അല അന്ന മൻ അൻകറ ഹർഫൻ മിനൽ ഖുർആനി യക്ഫുർ
വനഹ്നു നുൻകിറുഹാ വഅൻതും ലാ തക്ഫുറൂനനാ. ഖുർആനിലെ ഒരു ഹർഫ് നിഷേധിച്ചവൻ കാഫിറാണ് എന്നാണല്ലോ ഇജ്മാ ഉള്ളത്, പണ്ഡിതന്മാരുടെ അഭിപ്രായം. ബിസ്മി ഖുർആനിലെ ആയത്ത് അല്ല, എല്ലാ സൂറത്തിലെയും ആയത്തല്ല എന്നാണ് ഞങ്ങളുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കാഫിറുകളാണ് എന്ന് നിങ്ങൾ അഭിപ്രായം പറയണമല്ലോ എന്ന്. അതിന് ഉരുളക്കുപ്പേരിയായി ഇബ്നുൽ ഖാബൂരി പറയുന്നുണ്ട്. എന്നാൽ അതേ തെളിവ് ഞാൻ താങ്കളിലേക്ക് മറിച്ചു വെക്കുകയാണ്. എന്താണത്? അന്നമൻ അസ്ബത ഫിൽ ഖുർആനി മാ ലൈസ മിൻഹു യക്ഫുർ എന്നാണല്ലോ നിയമം. ഖുർആനിൽ ഇല്ലാത്തത് ഖുർആനിൽ പെട്ടതാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അവനും കാഫിറാകുമെന്നല്ലേ? വനഹ്നു നുസബ്ബിതുൽ ബസ്മല വഅൻതും ലാ തുകഫിറൂനന. ഖുർആനിലെ ഓരോ സൂറത്തിലും ബിസ്മി ആയത്താണ് എന്ന് ഞങ്ങൾ പറയുന്നു. ആയത്തല്ലെങ്കിൽ അത് പറയുന്ന ഞങ്ങൾ കാഫിറുകളാണ് എന്ന് നിങ്ങൾ പറയണം. പക്ഷേ അന്നക്കും ലാ തുകഫിറൂനന. ഇങ്ങനെയുള്ള വളരെ രസകരമായ ചർച്ചകളും സംവാദങ്ങളും പണ്ഡിതന്മാർക്കിടയിൽ തഅലീഖാത്തുകളായും വിവിധ കിതാബുകളിൽ കണ്ടെത്തിയതൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ സുബാബാത്ത് എന്ന് പറയുന്ന ഈ കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ എല്ലാ ഭാഗങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. ഇഷ്ടം പോലെ രസകരമായ ഒരുപാട് മസ്അലകളും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇതിന്റെ 62-ാം പേജിൽ ഒരു ലഗ്സ് പറയും, ഒരു കിതാബിന്റെ രചന പൂർത്തിയായത് ഹിജറ വർഷം 926 സഫർ മാസം 19 വെള്ളിയാഴ്ച ദിവസം ഈ കിതാബിന്റെ രചന പൂർത്തിയായി എന്ന ഒരു കാര്യം അതിന്റെ മുസന്നിഫ് പറയുന്നത് വളരെ രസകരമായിട്ടാണ്. ഞാനത് നിങ്ങൾക്ക് വായിച്ചു തരാം. അത് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ സമ്മാനമുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്. ഇബ്നു കമാൽ പാഷയാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തിന്റെ ലഗ്സാൻ തമ്മൽ കിതാബു ഫി യൗമിൽ ജുമുഅ വഹുവ അൽ ഉശ്റു التاسع من الثلث الثاني من السدس الثاني من النصف الأول من العشر السادس من العشر الثالث من العشر العاشر من الهجرة. എത്രയാണ്? ഞാൻ ഒരു വട്ടം പറഞ്ഞ ആദ്യം ഒരു വട്ടം കൂടി വായിക്കാം. തമ്മൽ കിതാബ് ഫി യൗമിൽ ജുമുഅ, ആഴ്ചയിലെ ഒരു ദിവസം വെള്ളിയാഴ്ച ആയി നിങ്ങൾ പറയണ്ട. വഹുവ അൽ ഉശ്റു التاسع من الثلث الثاني من السدس الثاني من النصف الأول من العشر السادس من العشر الثالث من العشر العاشر من الهجرة. ഹിജറ 926 സഫർ മാസം 19 വെള്ളിയാഴ്ച. ഇതാണ് ഇപ്പൊ അയാളാ പറഞ്ഞത്. ഇത് ഇദ്ദേഹം സുബാബാത്ത് എന്ന കിതാബിൽ ഇദ്ദേഹം രേഖപ്പെടുത്തുന്നത് വജത്തു അലാ ലഹരി നുസ്ഖത്തിൻ മലക്തുഹാ മിൻ കിതാബി അൽ കൻസുൽ അസ്മാ ഫി മഅരിഫത്തിൽ മുഅമ്മ ലിൽ ഇമാം ഖുതുബുദ്ദീൻ അൽ മക്കി. ഖുതുബുദ്ദീൻ അൽ മക്കിയുടെ അൽ കൻസുൽ അസ്മാ ഫി മഅരിഫത്തിൽ മുഅമ്മ എന്ന കിതാബിൽ നിന്നാണ് ഈ ഒരു കാര്യം ഇബ്നു കമാൽ പാഷയുടെ ഈ ഒരു ലഗ്സ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഈ ലറൂറത്തു ശിഅറിന് വേണ്ടി നീട്ടിയതാണ് എന്ന് പറയാറുണ്ട് അല്ലെ? ലറൂറത്തു ശിഅറിന് വേണ്ടി, ഇങ്ങനെ ലറൂറത്തു ശിഅറിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതുമെല്ലാം എല്ലാം കൂടി അദ്ദേഹം ഒരു കവിതയിൽ രേഖപ്പെടുത്തിയ ഒരു കവിതയിൽ സമാഹരിക്കപ്പെട്ടത് ഈ കിതാബിൽ കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ലറൂറത്തു ശിഅർ? ഫി ലറൂറാത്തി ശിഅർ ലറൂറത്തു ശിഅരി അശ്റുൻ ഉദ്ദ ജുംലതുഹാ ഖസ്റുൻ വമദ്ദുൻ വതഖ്ഫീഫുൻ വതസ്ദീദു വഖത്ഉ വസ്ലിൻ വഇസ്കാനുൻ തുഹർരികുഹു വമൻഉ സർഫിൻ വസർഫുൻ സുമ്മ തഅദീദു. ലറൂറത്തു ശിഅറിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അവിടെ ലറൂറത്തു ശിഅർ ഉണ്ടാകും. ആ ലറൂറത്തു ശിഅറിന് വേണ്ടി കവിതയുടെ നിയമങ്ങൾ ഔദ്യോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലംഘിക്കാൻ പറ്റും. ശരിക്കും അങ്ങനെയല്ലേ വേണ്ട അല്ലേ? അത് ലറൂറത്തു ശിഅറിന് വേണ്ടി വഅൻ ഉമരി എന്നാക്കിയതാണ് എന്ന് പറയും. അങ്ങനെ പറ്റുമോ? മൻഉ പറ്റും, മംനു സർഫിനെ സർഫാക്കാനും പറ്റും. അത് ലറൂറത്തു ശിഅറിൽ പെട്ടതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതകളും ഇദ്ദേഹത്തിന്റെ ഈ കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിന്റെ
നമ്മുടെ കഫാറാത്തുകൾ, പിന്നെ കഫാറത്ത് കൊടുക്കുമല്ലോ, യമീനിന്റെ കഫാറത്തുണ്ട് അല്ലെ. ഒരാൾ ശപഥം ചെയ്താൽ അത് ഹിൻസ് നടത്തുകയാണെങ്കിൽ അയാൾ കഫാറത്ത് നടത്തണം. അതുപോലെ ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് കഫാറത്തുകളുണ്ട്. ആ കഫാറത്തുകളൊക്കെ ഒരേ രൂപത്തിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു 5-6 വരികളുള്ള കവിതകളിൽ ഏതോ ഒരു കവി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ കവിത ഇദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒരുപാട് ഈ ദീനി ഹുറുമത്തുകൾ, ദീനിലെ ഒരുപാട് കാര്യങ്ങൾ ആദരിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഹുറുമത്തുകൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കുന്ന കവിതകൾ ഇദ്ദേഹത്തിന്റെ കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നമ്മൾ സാധാരണ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങൾ, ആ പദങ്ങൾ ഇപ്പൊ തഅമ്മൽ, ഫീഹി നദറുൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫിഖ്ഹിയായ ഇസ്തിലാഹുകളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഭാഷയിൽ തന്നെ ചില പദങ്ങൾ പരസ്പരം സമാനമാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ ആ സമാനമായ പദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടത് ഇദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: അൽ ഫുറൂഖ് അൽ ഫർഖു ബൈനൽ മുഹാൽ വൽ മഹാൽ. എന്താണ് മുഹാലും മഹാലും തമ്മിലുള്ള വ്യത്യാസം? എന്താ ഗായത്തും ഗറളും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഒരു ദാത്തും ഷഖ്സും തമ്മിലുള്ള വ്യത്യാസം? ഹദ്ഫ് എന്ന് പറഞ്ഞാൽ എന്ത്, ഇൽമാർ എന്ന് പറഞ്ഞാൽ എന്ത്, എന്താണ് വ്യത്യാസം? പിന്നെ സാധാരണ നമുക്കറിയുന്ന ഒരു കാര്യമാണ് ഇദാ വ ഇൻ അല്ലെ. പിന്നെ തഹ്ഖീഖുള്ളതാണെങ്കിൽ അവിടെ ഏത് അദാത്താണ് കൊടുക്കേണ്ടത്? ശക്കുള്ളതാണെങ്കിൽ അവിടെ ഏതാ കൊടുക്കേണ്ടത്? ശക്കുള്ള സന്ദർഭത്തിൽ ഇൻ എന്നാണ് കൊടുക്കേണ്ടത്. തഹ്ഖീഖുള്ള സമയത്ത് നമ്മൾ പിന്നെ ഇദാ ആണ് രേഖപ്പെടുത്തേണ്ടത്. ഇങ്ങനെയുള്ള ഓരോ ഇനി ഇട്ട് പറയുകയാണെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? പിന്നെ ഇട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഉദ്ദേശം? എന്താ നിസിയാനും സഹും തമ്മിലുള്ള വ്യത്യാസം? ഇങ്ങനെയുള്ള ഒരുപാട് അമൂല്യമായി വളരെ ഗരീബായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളും വിവിധ കിതാബുകളിൽ നിന്ന് തഅലീഖാത്തുകളായി കിട്ടിയത് ഈ അസ്സുബാബാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇദ്ദേഹം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി തഫ്താസാനിയും ഷെരീഫ് ജുർജാനിയും തമ്മിലുള്ള കവിതയിലൂടെ അവർ നടത്തിയ ചില ഫൈറ്റിങ്ങുകളുണ്ട്. ആ ഫൈറ്റിങ്ങുകൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇത് ഈ കിതാബിന്റെ 119 പേജിൽ അലായ മുസ്തഈറൽ കുതുബി ദഅനി ഫഇന്ന ഇആറതി ലിൽ കുതുബി ആറു ഫമഹബൂബി മിനദ് ദുനിയാ കിതാബി വഹൽ അബ്സർത മഹബൂബൻ യുആറു. തഫ്താസാനി പറയാൻ, പ്രിയപ്പെട്ടവരെ, എന്റെ കിതാബുകൾ ആരും വായ്പ കൊണ്ടുപോകരുത്. കാരണം എന്റെ ജീവിതത്തിലെ എന്റെ ഏറ്റവും വലിയ പ്രേയസികൾ എന്റെ കിതാബുകളാണ്. കാമുകിമാരെ ആരെങ്കിലും വാടകക്ക് കൊടുക്കുമോ ഇതാണ്, അല്ലെങ്കിൽ വായ്പ കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അലായ മുസ്തഈറൽ കുതുബി ദഅനി ഫഇന്ന ഇആറതി, എന്നോട് ഇആറത്ത് നടത്തൽ, ലിൽ കുതുബി ആറുൻ, അതൊരു ഐബാൻ. ഫമഹ്ബൂബി മിനദ് ദുനിയാ കിതാബി, എന്റെ ജീവിതത്തിൽ എന്റെ കിതാബുകളാണ് എന്റെ മഹബൂബുകൾ. വഹൽ അബ്സർത മഹബൂബൻ യുആറു, ഏതെങ്കിലും മഹബൂബ് ഇആറത്ത് നൽകപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഷെരീഫ് ജുർജാനി മറുപടി പറയാൻ, വലാ തംന കിതാബൻ മുസ്തഈറ ഫഇന്നൽ ബുഖ്ല ലിൽ ഇൻസാനി ആറു അലം തസ്മഅ ഹദീസൻ സഹഹൂഹു ജസാഉൽ ബുഖ്ലി ഇൻദല്ലാഹി ആറു. കിതാബൊക്കെ ആരെങ്കിലും ചോദിക്കാനായി കൊടുക്കണം. കാരണം ഈ പിശുക്ക് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയ ഒരു ന്യൂനതയാണ്. ഒരു സഹീഹായ ഹദീസിലുണ്ടല്ലോ, ജസാഉൽ ബുഖ്ലി ഇൻദല്ലാഹി ആറുൻ, പിശുക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ അതിൽ നിന്ന് കിട്ടുന്നത് ജസാഉൽ ബുഖ്ലി ഇൻദല്ലാഹി നാറുൻ എന്നാണ്. അത് നരകമാണ് അയാൾക്ക് പ്രതിഫലമായി കിട്ടുക എന്ന്. അതുകൊണ്ട് ഈ കിതാബുകളൊക്കെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കാതിരിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ കിതാബിലുണ്ട്. ഇനി ഭൂമിയിൽ 5 ഉമ്മമാരുണ്ട് എന്നാണ്, അൽ ഉമ്മഹാത്തുൽ ഖംസ്. ഇതുകൂടി പറഞ്ഞ് നമ്മൾ മറ്റൊരു കിതാബിലേക്ക് പ്രവേശിക്കാം. ഉമ്മുൻ മാ ഖുലിഖത്, ഇതുവരെ സൃഷ്ടിക്കപ്പെടാത്ത ഉമ്മ, അതേതാ? സൂറത്തുൽ ഫാത്തിഹ, ഉമ്മുൽ ഖുർആൻ. ഇനി ഉമ്മുൻ മാ വുലിദത്, മറ്റൊരാൾ പ്രസവിക്കാത്ത അഥവാ മറ്റൊരാളാൽ മറ്റൊരു ഉമ്മ പ്രസവിക്കാത്ത ഉമ്മയുണ്ട്, ഹവ്വാ ബീവിയാണ്. ഉമ്മുൻ മാ വലദത്, നമ്മുടെ ഉമ്മയാണ് പക്ഷെ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ആരാ? ആയിഷ ബീവിയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. ഒരു മോന് പോലും അവർക്ക് ജീവിതത്തിൽ ഇല്ല. ഇനി ജീവിതത്തിൽ വിവാഹം കഴിക്കപ്പെടാത്ത ഒരു ഉമ്മയുണ്ട്, അതാരാണ്?
വഹിയ മറിയം അലൈഹിസ്സലാം. ഇനി വഉമ്മുൻ മാ അകലത് വലാ ശരിബത് വലാ ജറത്, തിന്നുകയോ കുടിക്കുകയോ ചെയ്യാത്ത ഉമ്മയും ലോകത്തുണ്ട്. അതാരാ പറയാമോ? ഉമ്മുൽ ഖുറ, മക്ക. ഇങ്ങനെയുള്ള കുറെ ഹിക്മത്തുകളൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതുപോലെ പല കിതാബുകളിൽ നിന്നുമുള്ള തഅലീഖാത്തുകളുടെയും അതുപോലെ സ്വന്തം രചനകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നെ രചിക്കപ്പെട്ട ഒരു കിതാബാണ് ജവാഹിറുൽ അഷ്ആർ, അല്ലെ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും ആരുടെ കിതാബാണ് ഈ ജവാഹിറുൽ അഷ്ആർ? ഫളുഫരിയുടെ. ഇന്നലെ നമ്മളെ ഇവിടെ ജാബിർ ഉസ്താദ് സംസാരിച്ചല്ലോ. ആ ജാബിർ ഉസ്താദിന്റെ വല്ലിപ്പയോ അല്ലെങ്കിൽ വല്ലിപ്പയുടെ സഹോദരനോ. ജവാഹിറുൽ അഷ്ആർ വഗറായിബുൽ ഹികായാത്തി വൽ അഖ്ബാർ في كثير من العلوم والآثار وتاريخ ظهور الإسلام في ديار مليبار وغير ذلك مما يسر الناظرين الأخيار ويربه قلوب الأبرار. ഇബ്നു ഖൽദൂൻ മുഖദ്ദിമിന്റെ പേര് വായിക്കുന്ന പോലെയാണ്. മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂന്റെ പേര് അങ്ങനെയല്ലേ? കിതാബുൽ ഇബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വലിയൊരു സെന്റൻസ് ആണ് എന്ന പോലെയാണ് ഈ കിതാബിന്റെ പേര് തന്നെ. ഇദ്ദേഹത്തിന്റെ പിന്നെ ഈ കിതാബിന്റെ പേര് തന്നെ അത്ഭുത രസകരമാണ്. ആരുടേതാണത്? മുഹമ്മദ് അബ്ദുൽ ഖാദിർ അൽ ഫളുഫരി, യൂസുഫ് അൽ ഫളുഫരിയുടെ മകൻ അബ്ദുൽ ഖാദിർ ഫളുഫരിയുടെ കിതാബാണ്. കിതാബുൻ, ഈ കിതാബിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ഇതിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. യസീദുക വജ്ഹുഹു ഹുസ്ന ഇദാ മാ സിത്തഹു നദറ, ഇത് നോക്കുന്നതിനനുസരിച്ച് നിന്റെ മുഖം പ്രകാശിക്കുമെന്നാണ്. എന്നിട്ട് ഹാദാ കിതാബുൻ ലൗ യുബാഉ ബിവസ്നിഹി തിബറൻ ലകാനൽ മുശ്തരിൽ മിർബാഹ, സ്വർണ്ണക്കട്ടി കൊടുത്ത് നീ വാങ്ങിയാലും നിനക്ക് ആ സ്വർണ്ണക്കട്ടി കൊടുത്തത് കൊണ്ട് നഷ്ടമുണ്ടാകില്ല. ഈ കിട്ടുന്ന കിതാബ് നിനക്ക് കയ്യിൽ കിട്ടുന്നത് കൊണ്ട് നീയായിരിക്കും ലാഭം അടിച്ചവൻ എന്ന് ഈ കിതാബിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകൾ, കവിതയിലൂടെ എഴുതിയ കത്തുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും പിന്നെ വിവിധ കിതാബുകളിൽ നിന്ന് കണ്ടെത്തിയ തഅലീഖാത്തുകളും ഒക്കെ സമാഹരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ രചന നടത്തിയിട്ടുള്ളത്. ഹൈദരാബാദിലെ ഒരു ഭരണാധികാരിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ കിതാബ് സമർപ്പിച്ചത്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് പിന്നെ തൊഫ പിന്നെ ഏതാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ തുഹ്ഫത്തുൽ മുജാഹിദീൻ സമർപ്പിക്കപ്പെട്ടതുപോലെ ഒരു ഭരണാധികാരിക്ക് വേണ്ടിയുള്ള സമർപ്പണമായിട്ടാണ് ഈ കിതാബ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇനി ഇപ്പൊ നമ്മൾ 3 കിതാബുകളാണ് പറഞ്ഞത്. ഒന്ന് നമ്മുടെ സുബാബാത്ത്, ഇതിനെ പറ്റിയാണ് നമ്മൾ അല്പം വിശദമായിട്ട് സംസാരിച്ചത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഖിഫ്തിയുടെ ജമാലുദ്ദീനുൽ ഖിഫ്തിയുടെ നുഹ്സത്തുൻ നാദിർ, ആ കിതാബ് ഇങ്ങനെ ഒരുപാട് തഅലീഖാത്തുകളുടെ സമാഹാരമാണ്. പിന്നെ ഈ ജവാഹിറുൽ അഷ്ആർ, ഇതിലും ഒരുപാട് തഅലീഖാത്തുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, മഹാനായ ശംസുൽ ഉലമ പറയാറുണ്ട്, 2 വസ്തുക്കൾ പഴകും തോറും അതിന്റെ മേന്മ കൂടും. നമുക്കത് 3 ആക്കാൻ പറ്റും, അല്ലെ? പഴകും തോറും മേന്മ കൂടുന്ന 2 വസ്തുക്കൾ. ഒന്ന് റമദാൻ. റമദാൻ പഴകും തോറും അതിന്റെ മേന്മ കൂടും. റമദാൻ 1-നുള്ള മഹത്വമല്ല 2-ന്, റമദാൻ 1-ാം 10-നുള്ള മഹത്വമല്ല 2-ാമത്തെ 10-ന്, 2-ാമത്തെ 10-നുള്ള മഹത്വമല്ല 3-ാമത്തെ 10-ന്. എത്ര കണ്ട് അത് പഴകുന്നുവോ അതിന് മേന്മയും ഷറഫും കൂടുമെന്നാണ് ശംസുൽ ഉലമ പറഞ്ഞ 2-ാമത്തെ കാര്യം. അത് കിതാബാണ്. കിതാബ് എത്ര കണ്ട് പഴയതാകുന്നോ അതിനനുസരിച്ച് അതിന്റെ മേന്മ കൂടും. കാരണം ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ഒരുപാട് തെറ്റുകളൊക്കെ അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് അയാൾ തിരുത്തിയിട്ടുണ്ടാകും. തഅലീഖാത്തുകളൊക്കെ എഴുതുന്ന മനുഷ്യനാണെങ്കിൽ അയാളുടെ തഅലീഖാത്ത് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. മറ്റൊരാൾ ഇനി അത് ഓതുകയാണെങ്കിൽ അയാളുടെ അഡീഷൻസുകൾ അതിലുണ്ടാകും. അതുപോലെ അയാളുടെ തഅലീഖാത്ത്. അങ്ങനെ ഒരു 10 പണ്ഡിതന്മാർ ഒരു കിതാബ് തന്നെ ഓതിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കണ്ടെത്തിയ അപൂർവമായ തഅലീഖാത്തുകളൊക്കെ ആ കിതാബിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ ഒരു ഫ്രഷ് ആയ ഒരു കിതാബ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ ഓതിയ കിതാബുകൾ വാങ്ങലാണ് അല്ലെങ്കിൽ ഓതലാണ് എന്ന് ശംസുൽ ഉലമ പറയാറുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ കിതാബുകളൊക്കെ ഓതുമ്പോ പരമാവധി, ഇപ്പൊ ബാഖിയാത്തിൽ പഠിച്ച ഉസ്താദുമാരെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയും. പറവണ്ണ ഉസ്താദിനെ കുറിച്ചൊക്കെ അദ്ദേഹം ലൈബ്രറി ഉപയോഗപ്പെടുത്തി പൂർണ്ണമായും അവിടെ ഉണ്ടായിരുന്ന കിതാബുകളൊക്കെ മുത്താല ചെയ്ത് തന്റെ കിതാബിലേക്ക് ഒരുപാട് തഅലീഖാത്തുകളൊക്കെ രേഖപ്പെടുത്തി വെക്കാറുണ്ടായിരുന്നു എന്ന്. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഈ മേഖലയിൽ നമ്മുടേതായ സംഭാവനകൾ കൂടി സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെയൊക്കെ കിതാബ് വായനകളും പിന്നെ മുതാലകളും ഒക്കെ ഈ മേഖലകളിൽ കൂടി നല്ല രൂപത്തിൽ എഴുതുവാനും അതൊക്കെ തഅലീഖാത്തുകൾ ഭാവി തലമുറക്ക് സമർപ്പിക്കുവാനും നമ്മുടെ ശ്രമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് 9:30 ഈ സെഷൻ അവസാനിക്കേണ്ടത്.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.